തിക്ക് താന വരുങ്കു തക്കരെ നിൽക്കുന്ന കണ്ണശി പശുവിന്റെ കയ്യോ കാലോ രണ്ടാളൊന്ന് തട്ടി മുട്ടി മൽത്തിക്കട. ഒന്നുമില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. പറഞ്ഞിട്ട് വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കരുത്. ആലോചിച്ച് ചെയ്യേണ്ട കാര്യം എന്താന്ന് പറ. കുറച്ചു ദിവസം മുമ്പ് സുധയുടെ കൂടെ പഠിക്കണതാന്ന് പറഞ്ഞൊരു ചെക്കൻ വന്നിരുന്നു. ഞാൻ കണ്ടില്ല, നളിനിയാ കണ്ടേ. പശുവിനെ കെട്ടാൻ പോയപ്പോ നമ്മുടെ ഇടവഴിയിൽ നിന്നവർ സംസാരിക്കണ കണ്ട്. അയാളുടെ പെരുമാറ്റം അത്ര ശരിയില്ലാന്നാ നളിനി പറഞ്ഞത്. ഞാൻ അവളോട് ചോദിച്ചു. അപ്പൊ ഒന്നുമില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് അവൾക്കൊന്നൊരു കത്തിയാൻ കണ്ടു. അവര് തമ്മിൽ ഇഷ്ടത്തിലാന്നല്ല, അതൊരു നല്ല ഇഷ്ടമല്ല. പക്ഷെ വഴക്കൊന്നും ഉണ്ടാക്കല്ല വേണ്ടത്, പറഞ്ഞു മനസ്സിലാക്ക വേണ്ടത്. ഡാർലിംഗ്, അന്ന് ഞാനിവിടെ വന്നപ്പോൾ എന്നോട് ശരിക്കും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴാണല്ലോ കസിൻ വന്നത്. കസിൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? ഞാൻ വരുമ്പോഴൊക്കെ ചേട്ടന്റെ കുട്ടികളെയും കുട്ടികളെ വരവ് നിർത്തണം. ആൺകുട്ടി കുഴപ്പമില്ല, പെൺകുട്ടിയെ പേടിക്കണം. അവൾ കുഴപ്പമുണ്ടാക്കും. ഏതായാലും ഇനി പ്രശ്നമില്ല. അടുത്ത തിങ്കളാഴ്ച കോളേജ് തുറക്കുകയാണല്ലോ. തിങ്കളാഴ്ച കോളേജിൽ പോകണ്ട. അന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാം. നീ വരണം, ഞാൻ എന്റെ കാർ കൊണ്ടുവരാം. കാലത്ത് 9 മണിക്ക് അരോമ തിയേറ്ററിന്റെ മുന്നിൽ കാറുമായി ഞാൻ കാത്തു നിൽക്കാം. വൈകുന്നേരം 4 മണിക്ക് മുമ്പ് തിരിച്ചെത്താം. ഇക്കാര്യം മറ്റാരോടും പറയരുത്. വിനോദ്. ബഹളം ഉണ്ടാക്കരുത്, ആലോചിച്ച് കൈകാര്യം ചെയ്യണം. ഒന്നും അറിയില്ല, പച്ച പാവം. ഇങ്ങനെ പഴച്ചു പോകാൻ വേണ്ടിയല്ല ചോര നിരാക്കി ഞാൻ ഈ പെടാപ്പാട് പെടുന്നത്. ഇവിടെ കോളേജിൽ പോണോ പഠിക്കാൻ വേണ്ടിയല്ല, കണ്ട ആമ്പിളരോട് ചുറ്റാനാ. നീ എന്തായി പറയണേ? എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ഇത്ര മനസ്സിലാക്കിയാ മതി. മോളെ വേഗം കെട്ടിച്ചു വിടാൻ ആലോചിക്കുക, ഇല്ലെങ്കിൽ കുടുംബത്തിന് നല്ല പേരുണ്ടാക്കി തരും. നീ പഠിക്കാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാ കൊല്ലും ഞാൻ. എന്റെ മോൾ അച്ഛൻ പറയണ പോലെ കേട്ട് നടക്കണം കേട്ടോ. അച്ഛൻ തല്ലിയത് മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. അച്ഛനോട് മോക്ക് ഇഷ്ടണ്ടോ? മതി അച്ഛനും മോളും വർത്താനം പറഞ്ഞത്. വന്ന് കിടക്ക്. മോള് പോയി കിടന്നോ? ഉണ്ണിമോൻ ഉറങ്ങിയോ? ഇല്ല. ഉണ്ണിമോൻ അച്ഛൻ്റെ അടുത്ത് വരണോടാ? കുട്ടി വല്ലാണ്ട് പേടിച്ചു. ഇങ്ങനൊരു വേഷം കണ്ടിട്ടില്ലല്ലോ. എല്ലാരും ഊണ് കഴിച്ച് കിടന്നു. നമുക്ക് വല്ലതും കഴിച്ച് കിടക്കണ്ടേ? നീ കഴിച്ചോ, എനിക്ക് വിശപ്പില്ല. സുധയ്ക്ക് എന്നോട് ദേഷ്യണ്ടോ? ഹേയ്, തെറ്റവൾക്ക് മനസ്സിലായി. എന്റെ തോളത്തിട്ട് വളർത്തിയ കുട്ടിയാ. വളർന്ന് വലിയ പെണ്ണായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴും കുട്ടിയാന്നാ എന്റെ വിചാരം. മോളെ, കോളേജിൽ പോണ്ടെന്ന് വല്യേട്ടൻ പറഞ്ഞത് അപ്പോഴത്തെ ദേഷ്യം കൊണ്ടാ. ഒരു ചീത്തപ്പനുണ്ടായ പിന്നെ വല്യേട്ടൻ ജീവിച്ചിട്ട് എന്താ ഫലം? എനിക്ക് വിഷമേ ഇല്ല. എനിക്ക് മനസ്സിലായി എന്റെ തെറ്റ്. പഠിത്തം മുടക്കണ്ട, നാളെ മുതൽ കോളേജിൽ പോയിക്കോ. വേണ്ട, എനിക്ക് എന്നെ പേടിയാ. ഞാൻ കാരണം ചീത്തപ്പേരുണ്ടാവണ്ട. ഞാൻ ഇനി പഠിക്കണില്ല. അല്ലെങ്കിൽ വേണ്ട, വല്യേട്ടൻ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കും. എന്റെ മോളുടെ കല്യാണം വല്യേട്ടൻ ആഘോഷമായിട്ട് നടത്തും. ഇങ്ങനെ ഒറ്റക്കൊമ്പലെ കിളിയെ പൊല്ലിരിക്കാണ്ട് എല്ലാവരും പകർത്തിന്നിരിക്കും അല്ലേ? മഴ എന്നാലേ നല്ലോണം പെയ്തിരിക്കണ്. കാട് വെട്ടാണ്ടായപ്പോ മഴയും മഞ്ഞും ഒക്കെ കാര്യത്തിനാ. ഒന്ന് തോർന്നെങ്കിലും വൈകുന്നേരം ഇനിയും പെയ്യും. പെയ്യട്ടെ പെയ്യട്ടെ, നല്ലോണം പെയ്യട്ടെ. ഏട്ടാ, 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 എന്റെ റിസൾട്ട് വന്നു. ഏട്ടാ, ഞാൻ ജയിച്ചു. ഏട്ടൻ പറഞ്ഞില്ലേ ക്ലാസ് വാങ്ങണമെന്ന്? എനിക്ക് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്. ചെയ്തേക്കാ വിജയൻ പരീക്ഷ ജയിച്ചു. അൽഹംദുലില്ലാഹ്. ഏട്ടാ, അച്ഛന്റെ വലിയ ആശയം അത് നടന്നു. അച്ഛൻ ആശിച്ചത് ഏട്ടനെ വക്കീലാക്കണം എന്നല്ലേ? അതെ, ഞാനായാലും നീയാലും ഒന്നു തന്നെയല്ലേ. ഇപ്പോ എന്ന് മുതൽക്കാ കോടതി പോണ്ടേ? LLB പാസ്സായതുകൊണ്ട് മാത്രം വക്കീലായില്ല. ഇനി സർട്ടിഫിക്കറ്റ് വരണം.
ബാർ കൗൺസിൽ എൻറോൾ ചെയ്യണം. എൻറോൾമെന്റിന് ശേഷം അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ. എന്റെ ഭഗവാനെ, രക്ഷിച്ചു. മത്തായിച്ചോ, മത്തായിച്ചോ, ഇവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്, അത് ഞെക്കിയാ മതിയല്ലോ. മറന്നു. ഇതെവിടെ? ആ ഇരിക്കി. താനായിരുന്നു. ഞാനൊന്ന് കിടക്കുകയായിരുന്നു. ഊണ് കഴിഞ്ഞാൽ എനിക്കൊന്ന് മയങ്ങണം. എന്താ വിശേഷിച്ച്? എനിക്ക് ഇത്തിരി കാശ് വേണം. കാശൊന്നും ഇരിപ്പില്ലല്ലോ രാഘവന്നാരെ. അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ അനിയൻകുട്ടി വക്കീലായി. തൃശ്ശൂർ ഇമ്മടെ രാമൻകുട്ടി എന്റെ കീഴിൽ പഠിക്കാനുള്ള ഏർപ്പാടുമായി. അവന്റെ ഒരു സാറ് തന്നെ ശരിയായി കൊടുത്തതാ. പാന്റും കോട്ടും ഗൗണും ഒക്കെ വാങ്ങണേ. എന്റെ കയ്യിലാണെ 10 പൈസ ഇല്ല. എനിക്ക് ഇത്തിരി കാശ് തന്നേ പറ്റൂ. അല്ല രാഘവന്നാരെ, എനിക്ക് കുറച്ച് കാശ് താൻ ഇങ്ങോട്ട് തരാനുണ്ടല്ലോ. അതോ? അതൊക്കെ ഞാൻ തരും. എന്റെ കുറി ഇപ്പൊ വട്ടോത്തും. ഇപ്പൊ നിങ്ങൾ എനിക്കൊരു 5000 ഉറുപ്പ്യ തന്നാ മതി. ആലോചിക്കാനൊന്നുമില്ല. രാഘവന്നാർ നിങ്ങളെ തട്ടിക്കാൻ പറ്റിക്കൊന്നുമില്ല. അതുകൊണ്ടൊന്നുമല്ല. അന്നാമേ, എന്തോ? ആ മേശയിൽ എന്റെ ബാഗ് ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വന്നേ. എന്റെ ബുദ്ധിമുട്ടൊക്കെ തീരും മത്തായിച്ചോ. 2 കൊല്ലാണ്ട് കഴിയട്ടെ. പെങ്ങളും പഠിക്കുന്നില്ലേ? ഉവ്വ്, ഇതിപ്പോ 2ാം കൊല്ല BA-ക്ക്. ഇനിയൊക്കെ അവൻ നോയിക്കോളൂ. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. അസലാവണുണ്ട് നാടൻ കളി. ദേ, അവിടെ വല്യേട്ടൻ കുളിച്ച് കുറിയും തൊട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ഏട്ടനും വരണുണ്ടോ? ഇതുവരെ ഒരുങ്ങിയില്ലേ? വേഗം ഇറങ്ങാൻ പറഞ്ഞു ഏട്ടൻ. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണമെന്ന്. ഞാൻ റെഡി. ഇത് പിടിച്ചേ. എന്താ ഊരിനെ? ഇതൊന്നും ഇടേണ്ട പോണേ. പിന്നെ ഈ കോട്ടും ഗൗണൊക്കെ ഇട്ടിട്ടാ ട്രാൻസ്പോർട്ട് ബസ്സിൽ തൂങ്ങി പോകാൻ പോണത്. ആളുകൾ വേതാളെന്ന് വിളിക്കും. ഇതൊക്കെ ഇട്ട് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. പോകുമ്പോ മടക്കി പെട്ടിയിൽ വെച്ചോളൂ. ഇപ്പൊ ഇതൊക്കെ ഇട്ട് തന്നെ ഇറങ്ങണം. എന്നാ വാ. വാ. അവൻ ഇറങ്ങിയതാ. ഏട്ടാ, എന്നെ അനുഗ്രഹിക്കണം. ആദ്യം അച്ഛന്റെ അനുഗ്രഹം വേണം, പിന്നെ അമ്മ. എന്റെ അനുഗ്രഹം എന്നും ഉണ്ടല്ലോ നിനക്ക്. എനിക്ക് അച്ഛനും ഏട്ടനും എല്ലാം എന്റെ ഏട്ടനാണ്. അനുഗ്രഹിക്കണം. വീണുയർന്നു വളരണം, കണ്ണു രണ്ടും തെളിയണം, പൂവിരിഞ്ഞ വഴികളിൽ മുള്ളു കണ്ടു നീങ്ങണം, പൂവാവ് മാറുവാൻ നാമം ജപിക്കണം, നല്ലവനാകേണം. താമര കണ്ണനുറങ്ങീണം, കണ്ണും പൂട്ടിയുറങ്ങീണം, താമര കണ്ണനുറങ്ങീണം, കണ്ണും പൂട്ടിയുറങ്ങീണം. അച്ഛന് തുണയായി വളരേണം, അമ്മയ്ക്ക് തണലായി മാറേണം, അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനെ കയ്യിലെടുക്കേണം. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. ദൂരെ ദിക്കിൽ നിന്നൊക്കെ ഓരോരുത്തർ അന്വേഷിച്ച് വന്നിട്ട് വഴി അറിയാണ്ട് വിഷമിക്കുക. ആ വിഷമം അങ്ങനെ തീർന്നോട്ടെ. എന്തേ മേലെ എടുത്തതും കൂടെ എഴുതായിരുന്നു നായരെ. ശരിയാ, പറ്റിപ്പോയി. താരല്ല, കൊല്ലം ഒന്നുകൂടെ കഴിഞ്ഞോട്ടെ. അവൻ സ്വന്തമായിട്ട് കേസെടുത്ത് തുടങ്ങും. അപ്പൊ എന്തായാലും വലിയൊരു ബോർഡ് വെക്കണല്ലോ, അതിലെഴുതാൻ മേലെടുത്തു. എന്തേ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയായിട്ട് നിന്നാ മതി. മനുഷ്യന്മാരെ ജീവന്റെ കാര്യ. ബാക്കി ഒന്ന് തയ്ച്ചാ മതി, തയ്ത്തിൽ കൊലക്കയറി വീഴും. അത് ശരിയാ. എന്താ അത് ശരി? നിങ്ങളൊക്കെ എന്താ കരുതി എന്റെ അനിയനെ പറ്റി? പേലിട്ടേക്കാ 5-8 മാസല്ലേ ആയുള്ളൂ. കോടതിയിൽ ജഡ്ജിയുടെ മുഖത്ത് നോക്കി മൂപ്പര ചില കാച്ച് കേൾക്കേണ്ടതാ. എന്റെ അനിയനായതുകൊണ്ട് പറയണതല്ല. എന്നാൾ ഞാൻ കണ്ടുപിടിച്ചു.
വലിയ ഏതോ കേസിന്റെ വാദം നടക്കുക. എതിർഭാഗത്ത് നമ്മുടെ ഗോവിന്ദയ്യര് കാട്ടൊക്കെ പറക്കണ പോലെ ഇംഗ്ലീഷ് കാച്ചനെ. വിജയൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരൊറ്റ വാക്ക, ഐ ഒബ്ജക്ട് ഓണർന്ന്. ഗോവിന്ദയ്യര് പിന്നെ പെട്ടിട്ടില്ല, ഇല്ല. രാമൻകുട്ടി മേനെ സ്വന്തം മോനെപ്പോലെയാ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിച്ചോണ്ട് പോകും, ഊണ് കൊടുക്കും, പിന്നെ ചർച്ച തന്നെ ചർച്ച. അയാൾക്ക് വേറെ ഉണ്ടല്ലോ 5-6 ജൂനിയർമാര്, ഒരെണ്ണത്തിനെ വീട്ടിൽ വിളിക്കില്ലല്ലോ. ഇപ്പൊ എന്റെ അനിയനായോണ്ട് പറഞ്ഞല്ല, ആ കോട്ടും കൗണും ഒക്കെ ഇട്ട് നിന്നണ്ടല്ലോ. രാമൻകുട്ടി മേനെ കട്ടിയും കലയാ. അതിപ്പോ കാഴ്ചകൾ ഇങ്ങക്കും ഉണ്ടല്ലോ ഒരു കല. ഇപ്പൊ എന്ത് കലടോ, ഈ പാടത്തും വെലുതൊക്കെ നിന്നിട്ട് ഒക്കെ പോയില്ലേ. ഈ വിജയകുമാരനാരുടെ വീട് ആ ഇതന്നെ, ഈ വഴി നേരെ അങ്ങോട്ട് ചെല്ലണം മേലടത്തേക്കാ. അഡ്വക്കേറ്റ് വിജയകുമാരൻ നായരുടെ ആ അതന്നെ, മേലേടത്തെ വിജയകുമാരനാര് തന്നെ. ദാ ബോർഡ് വായിച്ചു നോക്ക്, നേരെ അങ്ങോട്ട് പോയാ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം, വഴി തെറ്റണ്ട. ഇന്നാ കൊടുക്കാനൊന്നും ഇല്ലേ? കാച്ചില് പിഴിഞ്ഞതുണ്ട്. കാച്ചിൽ പുഴുങ്ങിയതോ? കൊടുക്കാൻ പറ്റിയ സാധനം ഞാൻ പറയാറില്ലേ, വല്ല കായവറുത്തോ മിക്സറോ വാങ്ങി വെക്കണമെന്ന്. മാന്യമാര് പറഞ്ഞ വീടാണേ. വാങ്ങി കൊണ്ടുവന്നൂടെ? ഇതം കൊടുക്ക. അപ്പൊ ജില്ലാ കമ്മിറ്റിയില് അങ്ങനെ ഒരു ആലോചന വന്നപ്പോ ഞാനൊന്ന് പ്രസ് ചെയ്തു നിങ്ങളുടെ പേര്. അത് അംഗീകരിക്കുകയും ചെയ്തു. പഠിക്കുന്ന കാലത്ത് ഒരു രസത്തിന് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ എനിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. ബന്ധപ്പെട്ട മതിയല്ലോ. പാർട്ടിയുടെ വക്കീലാവെന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഭാഗ്യ. പാർട്ടിയുടെ കേസുകള്, അനുഭാവികളുടെ കേസുകള്, പത്രങ്ങളിലും മാധ്യമങ്ങളിലും മറ്റും കിട്ടുന്ന പ്രാധാന്യം, സർവോപരി ഒരു ദേശീയ പാർട്ടിയുടെ പിൻബലം, പിന്നെ മിടുക്കുണ്ടെങ്കിൽ പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങൾക്ക് വരാനും പറ്റും. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ കേസോ പാർട്ടിയുടെ പിൻബലമോ ഒന്നും എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ വേറെ ആളെ നോക്കണം, എനിക്ക് വയ്യ. വക്കീൽ സാറേ, കേറി വരുന്ന മഹാലക്ഷ്മി ആട്ടി ഇറക്കരുത്. പാർട്ടിയുടെ വക്കീലായാൽ കാശിന്റെ കൊള്ളയാ. ഇവിടെ ഏറ്റവും അധികം ക്രിമിനൽ കേസ് ഉള്ളത് ഞങ്ങളുടെ പാർട്ടിക്കാ, അതറിയോ? അപ്പോ ക്രിമിനൽസ് ധാരാളം ഉണ്ടെന്ന് അർത്ഥം. അപ്പോ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ? പറഞ്ഞല്ലോ, തീരെ താല്പര്യമില്ല. ആദ്യമായിട്ടാണ് ഒരു വക്കീൽ മുഖത്തടിച്ച പോലെ ഇങ്ങനെ പറയണത്. വാടോ. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാനൊന്നുമില്ല, എനിക്ക് ആവശ്യമില്ല. വിജയകുമാരൻ നായരെ, നാളെ നിങ്ങൾ ഇതിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരും. ഓ നാളെ ദുഃഖിച്ചോളാം, ചെല്ല്. സാറന്മാരെ ഒന്നും വിചാരിക്കരുത്. എഞ്ചി കണ്ടിട്ട് ആരോഗ്യത്തുള്ളണേ. മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്താടാ? ഒന്നുമില്ല. എന്തിനാ അവര് വന്നത്? ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? അവര് വലിയ നേതാക്കന്മാരാണ് അമ്മേ. അവരൊരു ഉപകാരം ചെയ്യാൻ വന്നപ്പോ അവൻ അത് വേണ്ട. ഏട്ടൻ എന്തറിഞ്ഞിട്ടേ പറയണേ? പാർട്ടിക്കാരെ കുറെ കേസ് കിട്ടുന്നല്ലേ അവര് പറഞ്ഞത്. എന്ത് കേസ്? നക്കാപ്പിച്ച കേസ്. തുടക്കത്തിൽ തന്നെ കുറെ കേസ് കൈ കിട്ടാന്ന് വെച്ചാ ചില്ലറ കാര്യ. അതെ, എനിക്കത് ചില്ലറ കാര്യമാണ്. പാർട്ടിക്കാരുടെ പെറ്റി കേസുകൾ വാദിക്കുന്ന ഒരു മൂന്നാംകിട വക്കീലാവാനല്ല എനിക്കിഷ്ടം. തുടക്കത്തിൽ തന്നെ വലിയ വലിയ കക്ഷികളെ കൈ കിട്ടൂടാ. കിട്ടും, ഏട്ടൻ കണ്ടോളൂ. കണ്ടോമേ, അവന്റെ വർത്തമാനത്തിന്റെ മുഖഭാവത്തിന്റെ ഒരു കല. ഞാനൊന്ന് ഇരുത്തി നോക്കിയ ആ ചൂളണ ചെക്കനാ. ഇപ്പൊ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്കൊരു ബഹുമാനം. ആയി എന്താ ഇത്? പറഞ്ഞ പോലെ സിഗരറ്റ് വലിയും തുടങ്ങിയോ? ഇതിനൊക്കെ ഏട്ടൻ കാശ് തരുന്നുണ്ടല്ലോ ഈശ്വരാ. ഒരു പൊതി ബീഡി വാങ്ങാൻ കാശ് തരണമെങ്കിലേ ഇറക്കണം. എന്നിട്ടല്ലേ സിഗരറ്റ്. ഇതാ ചെക്കൻ തന്നാടി. ഏത് ചെക്കൻ? ഇവിടെ കടമ്പാട്ടെ സരോജന മോഹൻലി മൂന്നൻ ആ വന്നിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും തരാൻ ഓരോരുത്തരുണ്ടാവൂലോ. ആ ചെക്കൻ കിഴക്കങ്ങാണ്ടൊരു നാട്ടിലല്ലേടാ ഇപ്പൊ? അതെ, ഗോവിന്ദപുരം പൊള്ളാച്ചിക്ക് അടുത്താ. അവന് തരക്കേടില്ലാത്തൊരു നിലയാ. 8-10 ഏക്കർ സ്ഥലവും ഒരു വീടൊക്കെ ഉണ്ട് അവിടെ. അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ടാ കഴിയണേ? ആലോചന നടക്കുന്നുണ്ട്. ഞാൻ വെറുതെ ആലോചിച്ചു നമ്മുടെ സുധയുടെ കാര്യം. എനിക്ക് ഈ തറവാട് മഹിമയൊന്നും വേണ്ട. നമ്മുടെ ദിവാകരനെ പോലെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് എന്താ കാര്യം? അവന് മോഹമുണ്ടെന്ന് എനിക്ക് തോന്നി. തുറന്നു ചോദിക്കാൻ ഒരു പേടി. ഇവിടുത്തെ ഉപ്പും കഞ്ഞും കുറെ തിന്നിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് ആലോചിച്ചാലോ ഓപ്പോളെ? തെറ്റൊന്നുമില്ല. രാഘവനോടൊന്ന് പറയുന്നേ. ഞാൻ പറയണോ? അല്ലെങ്കിൽ ഓപ്പോൾ എന്നെ പറഞ്ഞാ പോരെ? നല്ല നേരം നോക്കി നീ തന്നെ പറഞ്ഞാ മതി. ഓ, ഞാൻ പറയാം, ഇപ്പൊ തന്നെ പറയാം. ഞാനെന്തിനാ പേടിക്കണേന്ന്? ഡേ, ചില നേരത്തൊക്കെ എന്നെ തട്ടിക്കേറിയെങ്കിലും കാര്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞാൽ പൂച്ചയാണ് പൂച്ച.
സർക്കിട്ടൊക്കെ കഴിഞ്ഞു ആവോ. ഉം, അല്ല അല്ല ഞാനേ ഉം. നമ്മുടെ മൂന്ന് വന്നിട്ടുണ്ട് ഗോവിന്ദാപുരത്തുനിന്ന്. അവനെ കണ്ടിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന്. എന്നിട്ട് അവൻ എന്നെ കണ്ടില്ലല്ലോ. ഇന്ന് അവന്റെ സ്ഥലം കാണാൻ ആള് വന്നിരുന്നു. ആ തിരക്കില് എന്നിട്ട് കച്ചവടായോ? ചിലപ്പോ മുറി. ഇതിനാ വിളിക്കണേ? എന്റെ അമ്മയുടെ ഓരോ വിഡ്ഢിത്തിരകളെ. ഉം. ഞാൻ മുകുന്ദന്റെ ഗോവിന്ദാപുരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ എന്നോട് ചോദിക്കാണോ അപ്പോളേ ഞാൻ പറഞ്ഞു നീ അറിയണ്ട, അറിഞ്ഞാ ചിലപ്പോ ദേഷ്യപ്പെടുമെന്ന്. അതിന് എന്ത് ചോദിച്ചു എന്നായി പറയണേ? ഏയ് ഒന്നുമില്ല, നമ്മുടെ സുതയ്ക്ക് മുകുന്ദനെ ആലോചിച്ചാലോ ഒന്ന്. അല്ല ഞാനല്ല, ഓപ്പാള ചോദിച്ച വിഡ്ഢിത്തരം. അത് നമുക്കൊരു ആലോചനയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ചെക്കനല്ലേ ആലോചനയായിട്ട് ഇങ്ങോട്ട് വരണ്ടേ? അല്ല, അത് നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് പെണ്ണി ചോദിക്കാൻ അവനൊരു പേടിയുണ്ട്. എന്തിനാ പേടിക്കണേ? അവൻ അസൽ ആൺകുട്ടിയല്ലേ, മണ്ണറിയണവനല്ലേ. അവൻ ആരുടെ മുന്നിലും കയറി ചെന്ന് മുഖത്ത് നോക്കി ചോദിക്കാലോ. ഇത് എങ്ങനത്? അപ്പൊ ഞങ്ങളുടെ പെൺകുട്ടിയെ കണ്ടിട്ട് ബോധ്യമായല്ലോ. ഞാൻ കാണാത്ത കുട്ടിയൊന്നല്ലല്ലോ. ഇങ്ങനെ ഒരു ചടങ്ങിന് എന്നെ ആവശ്യമില്ല. രാഘവേട്ടനോട് നേരിട്ട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചോദിച്ചിട്ട് അബദ്ധമായി പോയാ എനിക്ക് നാളെ വീട്ടിൽ വരേണ്ടതാണേ. എന്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോലും എനിക്ക് ഇവിടെ കിട്ടുന്ന സ്നേഹവും സ്വാതന്ത്ര്യവും ഇല്ല. അത് ഇല്ലാണ്ടാവുമെന്നായിരുന്നു എന്റെ പേടി. അമ്മാമ സഹകരിക്കുമല്ലോ അല്ലേ? സഹകരിക്കായിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ അമ്മാമ്മയുടെ വീട്ടിലെ പണിക്കാരനായി നിന്നിരുന്നെങ്കിൽ ഇന്നും എന്നോട് സ്നേഹം ഉണ്ടായേനെ. എന്നെ ചീത്ത പറഞ്ഞ് ഈ നാട്ടിൽ നിന്ന് ഓടിച്ചത് ഈ രാഘവേട്ടനാ. പിന്നെ കോളേജിലൊക്കെ പോയ ഒരു ആൺകുട്ടി സ്വന്തം വഴി നോക്കാണ്ട് അമ്മാമ്മയുടെ വീട്ടിലെ കന്നിനെ നോക്കി നടന്ന ചീത്ത പറയാണ്ടിരിക്കണ എങ്ങനെയാ? ഇക്കാര്യം അമ്മാമയോട് പറഞ്ഞോ? ഇല്ല, അടുത്ത വരവിന് പറയാം. എന്നിട്ട് ഞാൻ അമ്മാമയെ ഇങ്ങോട്ട് അയക്കാം. എല്ലാം അതിന്റെ ചിട്ടവളത്തിനായിക്കോട്ടെ. എന്നാ പോണേ? ഇന്ന് പോണം. നീ ഉറങ്ങിയില്ലേ? ഇല്ല. ഇന്ന് മുകുന്ദൻ വന്നിരുന്നു. അറിഞ്ഞു, അമ്മ പറഞ്ഞു. അടുത്ത ആഴ്ച അവന്റെ അമ്മാമയും കൂട്ടി വരാന്നാ പറഞ്ഞേ. അത് വൈകണ്ടങ്ങൾ നടത്താല്ലേ? അതെ. ഞാൻ ആലോചിക്ക എല്ലാം കൂടെ ഒന്നിച്ചായാലോ. ചെലവ് മാത്രല്ല, ബന്ധപ്പാടും കുറയും. മിഴിച്ചു നോക്കണേ എന്തിനാ? നിന്റെ കല്യാണത്തിന്റെ കാര്യമായി പറയണേ. ഉവ്വ്, മനസ്സിലായി. അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നിന്നോടൊന്ന് ചോദിക്കാൻ. ഇനിയിപ്പോ എന്താ ചോദിക്കാൻ അല്ലേ? അമ്മ വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ വേറൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. രാമൻകുട്ടി മേനോൻ സാറ് ഏട്ടനോട് ഒന്നങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല, ഏട്ടനും വിരോധമൊന്നും ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും കല്യാണം എന്നൊക്കെ പറയണത് നമ്മള് വളരെ ആലോചിച്ച് പ്രവർത്തിക്കണമല്ലോ. ഏട്ടനോട് ആലോചിക്കണമെന്ന് തന്നെ ഞാൻ മേനോൻ സാറിനോടും പറഞ്ഞത്. ഞാൻ എന്റെ ഭാഗ്യാന്ന് എല്ലാരും പറയണേ. അല്ലെങ്കിൽ പിന്നെ മേനോൻ സാറിന്റെ മോളെ എനിക്ക്, അതും നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാ നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ബന്ധ. നീ എന്ത് നന്ദികേടാടാ ഈ പറയണേ? ഇക്കണ്ട കാലം മുഴുവൻ നിന്നെ സ്വപ്നം കണ്ടോണ്ട് കഴിഞ്ഞൊരു പെണ്ണെ തഴഞ്ഞിട്ട് ആ ഭാഗ്യം നമുക്ക് വേണ്ട. നമുക്ക് ആ പണവും പ്രതാപവും ഒന്നും വേണ്ട മോനെ. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞാ എന്റെ ലൈഫിന്റെ പ്രശ്ന. ഏട്ടൻ അത് ആലോചിക്കണം. ലൈഫ്, ഈ ലൈഫൊക്കെ നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ആ തന്തയുടെ മോളെ വസ്തു വിറ്റ പണമില്ലായിരുന്നെങ്കിൽ ഞാനും നീയൊന്നും ഈ സ്ഥാനത്തില്ല. എന്ത് കൊടുത്ത് വീട്ടുകൂടെ ആ കടം? ആ കടമയും കടപ്പാടും ഒന്നും മറക്കരുത്. അത് മറക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ എന്റെ ഭാവി എനിക്ക് നോക്കണ്ടേ? പണ്ട് ചെറുപ്പത്തില് കളിയായിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ വേറെ അങ്ങനെ ഒരു വാക്കൊന്നുമില്ലല്ലോ. വാക്കില്ല. എന്തിനാടാ വാക്ക്? എനിക്കും നിനക്കും അമ്മയ്ക്കും ഈ വീട്ടിലും നാട്ടിലൂടെ എല്ലാവർക്കും അറിയാലോ അവിടെ നിനക്ക് വേണ്ടിയാ ജീവിക്കണമെന്ന്. പിന്നെ അതിനിപ്പോ വാക്കുടമ്പടിയൊക്കെ വേണം. ശരിയായിരിക്കാം, ചെറുപ്പത്തിൽ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ നിലയും വിലയും ഫ്യൂച്ചറും ഒക്കെ നോക്കണം. അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോന്റെ സണ്ണിലോ ആകാന്ന് പറഞ്ഞാ എനിക്ക് കിട്ടുന്ന നിലയും വിലയും സോഷ്യൽ സ്റ്റാറ്റസും എന്താണെന്ന് അറിയാവോ? മാത്രമല്ല ഭാവിയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഗുഡ്വിൽ മുഴുവൻ എനിക്ക് വന്നു തരാനുള്ളതാ. പണ്ടെന്നോ കുറച്ച് കാശ് തന്നെന്നും പറഞ്ഞ് ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കഴിക്കണമെന്നാണോ ഏട്ടൻ പറയുന്നത്?
മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കണുണ്ടല്ലോ, അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പാ. നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും. വന്ന വഴി മറക്കരുത്. ഇത് ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ ഇങ്ങനെ വാശിയും ബഹളം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നിന്റെ ലൈഫിന്റെ പ്രശ്നം. എനിക്ക് മേനോൻ സാറിന്റെ മോളുമായിട്ടുള്ള ബന്ധം ഇഷ്ടം. ഏട്ടൻ അത് പോയി ആലോചിച്ച് നടത്തി തരണം. എന്റെ പട്ടി വരും. എടാ, മേലേടത്ത് രാഘവൻ നായർക്ക് നിന്റെ അത്രയും വിവരവും വിദ്യാഭ്യാസം ഇല്ല, പക്ഷെ നെറുകേട് കാണിക്കില്ല. എന്റെ നെഞ്ചിൽ പിടപ്പുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്നെ ധിക്കരിച്ചാൽ ഞാൻ പിന്നെ ഈ കുടുംബത്തെ കയറ്റില്ല. ഓർത്തോ? ആ കേട്ടോ അമ്മേ, അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടോ? കുട്ടിയായിരുന്നു രണ്ട് അടി കൊടുത്ത് ഞാൻ അനുസരിപ്പിച്ചാന്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാമ്മേ? രാഘവ, അവൻ പറയുന്നതിലും കാര്യല്ലേ, നീ സമാധാനായിട്ട് ഒന്നുകൂടെ ആലോചിച്ച്. ഓ, അമ്മയും കൂടെ അറിഞ്ഞിട്ടാണല്ലേ? അമ്മേ, പണ്ട് ഇതുപോലൊരു രാത്രിയില് ജപ്തി നടക്കണ കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഉള്ളതൊക്കെ കെട്ടിപ്പറക്കി 4 മക്കളായിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സഞ്ചി നിറയെ കാശുമായിട്ട് ഒരാൾ വന്നു. അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവാന്ന്. പിന്നെ ആ കുഞ്ഞമ്മാമയുടെ മോളോട് അമ്മ തന്നെയാ പറഞ്ഞേ, എന്റെ വിജയന്റെ പെണ്ണാ നീന്ന്. മറക്കരുതമ്മേ അതൊന്നും. ഏട്ടൻ എങ്ങടാ പോയേ? അറിയില്ല, അറിയില്ല എടുത്ത് എനിക്ക്. അതിന് നിങ്ങളിങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? എന്റെ തോളത്തിട്ട് വളർത്തിയതാ 3 അവനോട് വക്കീലിനെ പോലെ വാദിക്കണു. വിവരം കൂടിയിട്ടാ. അടയ്ക്കാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാ മരായ പറ്റൂല. കുഞ്ഞമ്മാമോട് ഞാൻ എന്താ പറയാ? സെൽറ്റേക്ക പാവം നളിനി, അവളോട് ഞാൻ എന്താ പറയാ? ഇതിപ്പോ നിങ്ങള് വിചാരിക്കാണ്ടല്ലോ, നിങ്ങളുടെ മനസ്സോൽക്കറിയാം. ഒക്കെ പഠിച്ചോ നേരെയാക്കും. അല്ലെങ്കിൽ എന്താ മൂപ്പര അവിടെ ഇരിക്കണത്? നിങ്ങൾ സമാധാനിക്ക്. എന്ത് പണിയാ രാഘവായി കാട്ടിയത്? ഒരു വെളിച്ചം കൂടെ ഇല്ലാതെ ഇരുട്ടത്ത് ഇറങ്ങി പോരാ. അവിടെ മാരുതി കരച്ചിലോട് കരച്ചില്. വാ പോവാം. കുഞ്ഞനായരെ, നിങ്ങളുടെ അനന്തരവൻ ആകെ ബേജാറായിട്ടിരിക്കുക. എന്നെ വിളിച്ചു. ഞാൻ നീറ്റ് വന്നപ്പോ ഈ കടമ്പേരിരുന്ന് പൊട്ടി പൊട്ടി കരിയ. എന്തിന്? അത് പോട്ടടാ. എടാ, ഈ കുഞ്ഞുമാമ അങ്ങനെയൊന്നും വിഷമിക്കുന്ന ആളല്ല. തറവാട് വിറ്റ് കിട്ടിയ പണം തന്നത് എന്റെ മോക്ക് നായരെ ഉണ്ടാക്കണമെന്ന് കരുതിയല്ല. എന്റെ അച്ഛനോട് അങ്ങനെ ഒരു ബന്ധമായിരുന്നു. അച്ഛേട്ടന്റെ ഭാര്യയും മക്കളും പീഡിയത്തിട്ട് കിടക്കുന്നത് കാണാൻ വയ്യ, അതുകൊണ്ടാ. അല്ലാണ്ട് ഇപ്പൊ നാളെ എന്റെ മോളിൽ വിളിച്ച് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങട്ടെ, അതുകൊണ്ടല്ല. എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ കുഞ്ഞമ്മാമേ? അല്ല, ഞാൻ പറയാ. വാ പോ. ചെല്ല്, ഒക്കെ നേരാവുന്നേ. ചെന്ന് സമാധാനായിട്ട് കിടന്നുറങ്ങ്. ചെല്ല്. എങ്ങടാ പോയത്? ഇനി ഇവിടെ എങ്ങനെ ഇരുന്ന് തണുപ്പുള്ളാതെ പോയി കിടക്ക്. കുഞ്ഞമ്മാമ പോയി കിടന്നോളൂ. നളിനി അവളെന്ത് പറഞ്ഞു? കൊറേ കരഞ്ഞു, അല്ലാണ്ട് എന്താ പറയാ. ഞാൻ വിചാരിച്ചൊക്കെ വെറുതെയാ. എന്റെ വാക്കിന് ഒരു വിലയിലുണ്ടായി. സാരല്ല, സമാധാനിക്ക്. ഏട്ടാ, എന്റെ കാര്യം ഓർത്ത് ഏട്ടൻ വിഷമിക്കരുത്. എനിക്ക് സങ്കടമൊന്നുമില്ല. എല്ലാവരും പറഞ്ഞപ്പോ ഏതാണ്ടൊക്കെ മോഹിച്ചു. ഒക്കെ അതിമോഹമായിരുന്നു. മോളെ, നീ ഒന്നും പറയണ്ട, ഒക്കെ ഏട്ടനറിയാം. ഇല്ല ഏട്ടാ, ഈ വീട്ടില് എന്നും സന്തോഷം ഉണ്ടാവണം. വാശി കാണിക്കേണ്ട കാര്യമല്ല ഇത്. വിജയേട്ടന്റെ ജീവിതത്തിന്റെ കാര്യ. ഏട്ടനത് ആലോചിച്ച് നടത്തി കൊടുക്കണം. വിജയേട്ടൻ ഈ ആളെ കാണാൻ നമുക്കൊക്കെ ആഗ്രഹമില്ല ഏട്ടാ. ഈ ആളാവട്ടെ, പദവിയും പ്രശസ്തി ഒക്കെ ഉണ്ടാവട്ടെ.
നമുക്കത് കണ്ട് സന്തോഷിക്കാം.